2001 5 വർഷം ഭരിച്ച നയനാർ സർക്കാരിൻ്റെ കാലത്തേക്കാൾ 10 മടങ്ങുള്ള ജനരോഷമാണ് 10 വർഷം ഭരണം പൂർത്തിയാക്കാൻ പോകുന്ന പിണറായി സർക്കാരിനെതിരായി കേരളത്തിലുടനീളമുള്ളത്. അതുകൊണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കേരളം ഇത്തവണ UDF തൂത്തുവാരും. ആ വികാരം ഒരു ജനരോഷമാകുന്ന കൊടുങ്കാറ്റായി രൂപപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കണക്ക് ചോദിക്കാൻ ജനാധിപത്യ കേരളം കാത്തിരിക്കുകയാണ്. അവർ തീർച്ചയായും 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കടുത്ത ശിക്ഷ ജനാധിപത്യത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷ ഈ സർക്കാർ നൽകും. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 4.5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോളിംഗിൽ 34% വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും എത്ര ശതമാനം വീതം വോട്ടിംഗ് ശതമാനം കൂടുന്നുവോ, എത്ര ശതമാനം പോളിംഗ് കൂടുന്നുവോ, അതിനനുസരിച്ച് എപ്പോഴും UDFന്റെ നില ഭദ്രമായിട്ടുണ്ട് കേരളത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് AK ആന്റണി അടക്കമുള്ള ആളുകളും സൂചിപ്പിക്കുന്നത്. AK ആന്റണി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. കേരളത്തിൽ ഇക്കുറി UDF തൂത്തുവാരും എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള സംശയവും തനിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനത്തിന്റെ വികാരം ഇതാണ് എന്ന് AK ആന്റണി തുറന്നു പറയുമ്പോൾ ഒരുപക്ഷെ UDF പ്രവർത്തകരെക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തിന് പ്രതികൂലമായി ഇക്കുറി വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷക്കാർ തന്നെയായിരിക്കും എന്നാണ് AK ആന്റണി വ്യക്തമാക്കിയത്. UDFന് അനുകൂലമായി വീഴുന്ന വോട്ടുകളിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളായിരിക്കും. കേരളത്തിൽ ഇടതുപക്ഷം നിലനിന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഇടതുപക്ഷക്കാർ ഇക്കുറി പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും തോൽപ്പിച്ച് തൊപ്പിയിടിക്കും എന്ന് തന്നെയാണ് AK ആന്റണി തുറന്നടിച്ചത്. കേരളത്തിൽ യഥാർത്ഥ ഇടതുപക്ഷം നിലനിന്ന് കാണണം എന്ന് പറയുമ്പോൾ പിണറായിസം നശിച്ചു കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ പിണറായിസത്തിന്റെ കരാള ഭരണം ഇനിയും തുടർന്നു പോയാൽ കേരളം നശിക്കും എന്ന് തന്നെ ജനം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോരോ അവലോകനങ്ങളും സശ്രദ്ധം വീക്ഷിക്കുമ്പോൾ കേരളത്തിൽ ഇടത് ഭരണം തകർത്തെറിയുന്ന തരത്തിൽ UDF തരംഗം ആഞ്ഞു വീഴ്ചും. ഈ UDF തരംഗത്തിൽ പിണറായി വിജയനും ഇടതുമുന്നണിയും നിലം പൊത്തും എന്ന് തന്നെയാണ് AK ആന്റണി വ്യക്തമാക്കിയത്. കൃത്യമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന കേരളത്തിൽ ഇനിയും പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപത്യത്തോടു കൂടി ഭരിക്കുന്ന ഒരു ഭരണാധികാരിയെ വേണ്ട എന്ന് കേരളം ഇന്ന് വിധി എഴുതും. പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയന്റെ അവസാനം കുറിച്ചിരിക്കുന്നു. ഇന്ന് 6 മണിയോടുകൂടി പിണറായി വിജയന്റെ അന്ത്യം കുറിക്കും എന്ന് തന്നെയാണ് AK ആന്റണി പറഞ്ഞത്. എന്നാൽ കേരളത്തിൽ വർദ്ധിച്ച രീതിയിലുള്ള പോളിംഗ് ശതമാനം ഉയർന്നത് കണ്ടതോടുകൂടി അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ ICUവിലായിരിക്കുന്നു. രാഷ്ട്രീയപരമായി പിണറായി വിജയൻ ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ജനം വിലയിരുത്തുന്നത്. കാരണം വർദ്ധിച്ച രീതിയിലുള്ള പോളിംഗ് ശതമാനം ഉയരുമ്പോഴെല്ലാം കൃത്യമായി ഇടതുപക്ഷം പരാജയപ്പെട്ട ചരിത്രമാണ് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കുറി പിണറായി വിജയൻ അമ്പെ തോറ്റു തുന്നം പാടും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് സർവേകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോളിംഗ് ശതമാനം നോക്കുമ്പോൾ ഏതാണ്ട് 34% വോട്ടുകൾ 4.5 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ ആകമാനം പോൾ ചെയ്തു എന്ന് പറയപ്പെടുമ്പോൾ തീർച്ചയായും UDFന്റെ ചരിത്ര വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ UDF നേടുക എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ വിവരം പുറത്തു വന്നതോടുകൂടി AKG സെന്റർ അടക്കം CPMന്റെ കേന്ദ്രങ്ങളെല്ലാം മ്ലാനമായിരിക്കുന്നു. പിണറായി വിജയനെ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. രാഷ്ട്രീയപരമായ ICUവിലാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. CPM നേതാക്കളെല്ലാം അങ്കലാപ്പെടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ UDF വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി, വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ ഭരണം പുനഃസ്ഥാപിക്കും എന്നാണ് AK ആന്റണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത്. AK ആന്റണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ UDF ഇക്കുറി കേരളത്തിൽ തൂത്തുവാരും എന്ന് പറഞ്ഞു നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആ വികാരം ഒരു ജനരോഷമാകുന്ന കൊടുങ്കാറ്റായി രൂപപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കണക്ക് ചോദിക്കാൻ
ജനാധിപത്യ കേരളം കാത്തിരിക്കുകയാണ്. അവർ തീർച്ചയായും 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കടുത്ത ശിക്ഷ ജനാധിപത്യത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷ ഈ സർക്കാർ നൽകും. 2001 5 വർഷം ഭരിച്ച നയനാർ സർക്കാരിൻ്റെ കാലത്തേക്കാൾ 10 മടങ്ങുള്ള ജനരോഷമാണ് 10 വർഷം ഭരണം പൂർത്തിയാക്കാൻ പോകുന്ന പിണറായി സർക്കാരിനെതിരായി കേരളത്തിലുടനീളമുള്ളത്. അതുകൊണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കേരളം ഇത്തവണ UDF തൂത്തുവാരും. ഞാൻ പറഞ്ഞു കഴിയട്ടെ. രണ്ടാമതൊരു കാര്യം, ഞാൻ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകത ഈ ഇലക്ഷനിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളിൽ UDFനെ എതിർത്തവർ, നഖശികാന്തം എതിർത്തവർ, SFIയുടെ കേരളത്തിലെ സ്ഥാപക പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇത്തവണ തുടർഭരണത്തിനെതിരായി UDFന് കൂടെ കൈകോർക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, CPI സ്നേഹിക്കുന്ന ഗണ്യമായ വിഭാഗം ആൾക്കാർ തുടർഭരണത്തിനെതിരാണ്. തുടർഭരണം വന്നാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശവക്കുഴി തോണ്ടും. കേരളത്തിൽ ബംഗാളിലെ പരമദയനീയമായ സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷം എത്തുമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ കേരളത്തിൽ ഈ ഇലക്ഷൻ തോറ്റാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗണ്യമായ വിഭാഗം ഇടതുപക്ഷക്കാർ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ ജില്ലകളിലും ഇത്തവണ UDF വോട്ട് ചെയ്യും. അവർ UDFകാരല്ല, കോൺഗ്രസ്സുകാരല്ല. പക്ഷേ ഇടതുപക്ഷം നശിക്കാതിരിക്കണമെങ്കിൽ തുടർഭരണം ഉണ്ടായിക്കൂടാ എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് എതിർക്കുന്നവർ, UDFനെ സ്നേഹിക്കുന്നവർ, കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ, ഇടതുപക്ഷം നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാം കൂടിയുള്ള ഒരു കൂട്ടായ മുന്നണി ഈ ഇലക്ഷനിൽ UDFൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ചരിത്ര വിജയം നേടും കേരളം. UDF തൂത്തുവാരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇലക്ഷൻ കഴിഞ്ഞ് ഇന്ന് 6 മണിക്ക് പോളിംഗ് കഴിയും. ഇന്ന് 6 മണിക്ക് കേരളത്തിലെ ബഹുഭൂരിപക്ഷ വോട്ടർമാർ വോട്ടിംഗ് മെഷീനിൽ LDFനെതിരായി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കും 6 മണി കഴിയുമ്പോൾ. അതിൻ്റെ അർത്ഥം ഇന്ന് കൃത്യം 6 മണി കഴിയുമ്പോൾ പിണറായി സർക്കാർ അസ്തമിച്ച് കഴിഞ്ഞിരിക്കും. പിണറായി സർക്കാർ ഇന്ന് 6 മണി കഴിയുമ്പോൾ അവരുടെ ഭരണം അവസാനിക്കും. പിന്നെയുള്ള പിണറായി സർക്കാർ കെയർടേക്കർ ഗവൺമെൻറ്റാണ്. കെയർടേക്കർ ഗവൺമെൻറ് ഇന്നത്തെ 6 മണി വോട്ടിംഗ് പൂർത്തിയാക്കിയാൽ പിണറായി ഭരണം അവസാനിച്ചു. പിന്നെയുള്ള പിണറായി ഭരണം കെയർടേക്കർ ഭരണമാണ്. മെയ് 4 വോട്ടിംഗ് കഴിഞ്ഞാൽ UDF ഭരണം കേരളത്തിലുണ്ടാകും. ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവിടെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് തെറ്റുതിരുത്തൽ പ്രക്രിയ ആരംഭിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. UDFന് വോട്ട് ചെയ്യുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പണം നൽകിയ വോട്ട് അത് BJP കേരളത്തിൻ്റെ മണ്ണിൽ ചേർന്ന പാർട്ടിയല്ല.